ഇളവയിൽ മണിവളയണിയണത്തിന് വയലുകൾ തോറും കതിർമണിയുടെ നിരതിരയുക കുറുകുറുകണപ്രാവേ. ഇളവയിൽ മണിവളയണിയണത്തിന് വയലുകൾ തോറും കതിർമണിയുടെ നിരതിരയുക കുറുകുറുകണപ്രാവേ. മരതകമണി ഇനിയും ഇനിയും ഇതു കവരുകയാണ്. കനക കസവു ചിറകുമായി പതുങ്ങി പതുങ്ങി പറന്നുവാ. പകരം നിനക്കു തരുന്നു ഞാൻ എന്റെ പവിഴ ചുണ്ടിലെ മൊഴിമഴ മൊഴിമഴ മൊഴിമഴ. മേഘരാജം നെറുകിൽ തൊട്ടു നിൽപ്പു വാനം. പപ്പ നിസ നിസ പദ പദ പമഗരി പപ്പ നിസരി പദ പദ പമഗരി പപ്പ നിസ നിസ പദ പദ പമഗരി പപ്പ നിസരി പദ പദ പമഗരി മഗരി ഗമ പനി സരി സരി സ ഗമ പനി സരി പദനി നി മപനി നി പനി സരി ഗമ ഗ സ സ നി നി ഗ ദ പ പ സ പസ പനി ദ പ മ പനി മഗ സരി പപ്പ. പുതിയൊരു മലരിതൽ വിരിയണ ദിവസമിതറിയില്ലേ. കണിയുണരണം അതിലിനിയൊരു നറുതിരി തെളിയണം. പുതിയൊരു മലരിതൽ വിരിയണ ദിവസമിതറിയില്ലേ. കണിയുണരണം അതിലിനിയൊരു നറുതിരി തെളിയണം. ഏട്ടാ ഇപ്പൊ കാലനങ്ങുന്നുണ്ടല്ലോ അല്ലേ? അതേടാ. ഏട്ടാ കണ്ടോ, ഈശ്വരൻ പ്രസാദിച്ചു കണ്ടോ? ഇനി പറയോ ഏട്ടൻ നടക്കില്ലാന്ന്? ഇനി പറയോ ഏട്ടൻ്റെ കാലം അനങ്ങില്ലാന്ന്? ഇന്ന് ഇങ്ങോട്ട് വരാൻ തോന്നി നന്നായി ഏട്ടാ. അതെ അതെ, ഇതൊരു നല്ല സൂചനയാ. ഏട്ടൻ നടക്കും എന്നതിൻ്റെ സൂചന. ഏട്ടനൊക്കെ കഴിയുന്നുള്ളതിൻ്റെ സൂചന. ഏട്ടാ ഇതിലും സന്തോഷമുള്ള കാര്യം വേറെ ഉണ്ട് ഏട്ടാ. ആ നാളെ വൈദ്യുതി വരുമ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറയണം. പ്രതീക്ഷകളുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് നടക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. എൻ്റെ കൃഷ്ണ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ. ഓ, അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും തൊട്ടും പിടിച്ച് മാത്രമായി അവളുടെ സംസാരം. അതെ വരുൺ, നമുക്ക് വീട്ടിലേക്ക് വിളിച്ച് പറയണ്ടേ? അച്ഛനും അമ്മയ്ക്കും ഒക്കെ വലിയ സന്തോഷമാവും. ഏയ് വേണ്ടടാ, നമുക്ക് തിരിച്ചു എന്നിട്ട് പറയാം. എല്ലാവരും ഒന്ന് ഞെട്ടിക്കാൻ നമുക്കല്ലേ. എടാ നീ ഏട്ടന് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടോ? ചെല്ലു. മോളെ മനസ്സിനെന്തോ വല്ലാത്തൊരു സന്തോഷം. ഇത്രയും നാൾ ഇവിടെ തീരത്ത് വന്നിരിക്കുമ്പോൾ ചത്ത മനസ്സായിരുന്നു. ഇപ്പോഴാണ് എനിക്കൊന്ന് ജീവൻ കിട്ടിയത്. ഇപ്പോൾ എനിക്കിതൊക്കെ ഒന്ന് ആസ്വദിക്കണം. വരണേ, നീ പോയിട്ട് വാ. അല്ല അത് പാടൂ, ദൂരെങ്ങും പോകണ്ട. അല്ല അത് അവിടെ വലക്കാർ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. നല്ല മീൻ വല്ലതും കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കും ചെയ്യാം അല്ലേ? അത് വരുൺ തന്നെ നോക്കി വാങ്ങിച്ചാ മതി. അല്ല അതിന് എനിക്ക് മീനെ കുറിച്ച് എന്താ അറിയാം? ഞാൻ പിന്നെ കടലിലല്ലേ കിടക്കുന്നത്. ആ എന്നാ പിന്നെ തർക്കിക്കണ്ട. രണ്ടുപേർക്കും അറിഞ്ഞൂടാ. അപ്പൊ രണ്ടുപേർക്കും കൂടെ പോയി നോക്കാം. അല്ലേട്ടാ?
അടിപൊളി. പോയിട്ട് വാ. ആ വാ. അല്ല ചെല്ല് പോ. പോയിട്ട് വാ. ചെല്ല്. പോയിട്ട് വരാം. വാ. ഓക്കെ. സൂര്യ പുറത്ത് കൊണ്ടുവന്നത് അവളാ. അതിൻ്റെ പേരിൽ എന്തെങ്കിലും അപകടം നടന്ന അത് അവളുടെ തലയിലേ വരും. അതേ ഞാനിപ്പോ വരാം. എവിടെ പോവാ? വരാന്നേ. ഏത്? ഓ ഇങ്ങനെ നിൽക്കുന്നതോ? അതോ ഇങ്ങനെ കൈ ചേർത്ത് പിടിക്കുന്നതോ? അതോ ഇങ്ങനെ കണ്ണി കണ്ണി നോക്കി നിൽക്കുന്നതോ? അതിന്റെ പേരാണ് പ്രണയം. വേണ്ട. വേണം. ഈ കടലും ഈ കാറ്റും സൂര്യന്റെ ഭംഗിയൊക്കെ എടോ അത് നമ്മൾ തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെ കാവലാടോ. ഏട്ടന്റെ നല്ല മനസ്സാടോ. അതുകൊണ്ടല്ലേ നമ്മളോട് നടന്നോളാൻ പറഞ്ഞത്. ഏട്ടനോട് ചെന്ന് പറഞ്ഞതൊക്കെ? ഏയ് ഏട്ടനോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഞാൻ കൊല്ലും. അപ്പൊ പറഞ്ഞാലേ കുഴപ്പമുള്ളൂ അല്ലേ? നിക്കവിടെ ഓല്ലേ. ബഹളം വെച്ച് കൈയെടുത്ത് പോകാൻ നോക്കിയാൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ? ആളുകൾ ഓടിക്കൂടുമ്പോ താൻ എന്നെ കയറി പിടിച്ചെന്ന് ഞാൻ പറയും. അയ്യേ, ആണുങ്ങൾ പെൺകുട്ടികളെ കയറി പിടിച്ചു എന്നല്ലേ പറയാ, അല്ലാതെ തിരിച്ചാണോ? ഇപ്പോഴത്തെ കാലത്തെ തിരിച്ചും പറയാം. ഞാൻ ഉറപ്പായിട്ടും പറയും. എനിക്കൊരു സ്വസ്ഥത തരുന്നില്ല. എവിടെ പോയാലും കൂടെ വരും, എന്നെ തൊട്ടുരുമി നടക്കുന്നു, എന്നെ കയറി പിടിച്ചു നോക്കെ. അയ്യേ, ഇനിയുണ്ടോ ഇങ്ങനത്തെ മണ്ടത്തരങ്ങള്? അതെ, ഈ സൂര്യൻ ഒന്ന് പെട്ടെന്ന് താഴേക്ക് പോയിരുന്നെങ്കിൽ. എന്നിട്ട് എന്തിനാ? എവിടെയെങ്കിലും പോകാനുണ്ടോ? എവിടേക്കും പോകാനൊന്നുമല്ല. സൂര്യൻ താഴോട്ട് പോയിട്ട് പെട്ടെന്ന് അങ്ങ് ഇരുട്ടാവും. അപ്പോ ആർക്കും ആരെയും കാണാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോ എനിക്കിവിടെ തന്നെ നെറ്റോട് ചേർത്ത് പിടിച്ച് നിൽക്കാമല്ലോ. വല്ലാത്ത ആഗ്രഹം തന്നെയാ. മോനെ കൈവിട്ടെ. വിടില്ല. വിടാനും വീട്ടിൽ വിടാനും പറഞ്ഞു. ഓടല്ലേ 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 അവിടെ പോലെ ഓടല്ലേ. വേണ്ട. അവിടെ നിൽക്കാൻ.
ഏട്ടാ 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 എന്താ പറ്റിയേ എന്താ പറ്റി? എന്താ? ഏട്ടാ എന്താ എന്താ പറ്റിയേ ആരോ എന്താ ഏട്ടാ ആരോ എന്നെ പിടിച്ച് തള്ളിയ പോലെ തോന്നി. അല്ലേന്നോ? അല്ലേന്നോ? എന്തെങ്കിലും പറ്റിയോ? ഇല്ല, കൈക്ക് ഭയങ്കര വേദനയുണ്ട്. വരുൺ, ഏട്ടനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വാ, പെട്ടെന്ന് പോണം. വിജോ വിജോ നമ്മൾ ഇവിടുന്ന് മാറാൻ പാടില്ലായിരുന്നു. ഇങ്ങനൊന്നും വരുന്നു വിചാരിച്ചില്ലല്ലോ. പേടിക്കണ്ട ഏട്ടാ. പോട്ടെ, സാരമില്ല. സാരമില്ല, നമുക്കിപ്പോ ഹോസ്പിറ്റലിൽ എത്താലോ. വിജോ പിടിക്ക്. എഴുന്നേക്കേട്ടാ. നല്ല പെയിൻ ഉണ്ടോ? എന്തായാലും എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ആ. അതൊന്ന് നോക്കിട്ട് പറയാം. ഇതെങ്ങനെയാ സംഭവിച്ചത്? അത് ഞങ്ങളൊന്ന് ബീച്ചിൽ പോയതായിരുന്നു. ഏട്ടന്റെ വീൽ ചെയർ പെട്ടെന്ന് തട്ടി മറിഞ്ഞതാ. ഡോക്ടർ, പിന്നെ ഇതല്ലാതെ ഏട്ടന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? കുറച്ച് ടെൻഷൻ കൂടുതലുള്ള ആളാണല്ലോ. എന്റെ പെങ്ങളെ ഡോക്ടർ. ആ, പിന്നെ പരിചരിക്കാൻ ആളുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ മാറിക്കോളും. നിങ്ങൾ ടെൻഷൻ ആവണ്ട. സിസ്റ്റർ, കുഴപ്പം എന്തെങ്കിലും ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു മോനെ. ഒന്നുമില്ല മേ, വീഴ്ചയിൽ കൈ ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു. അല്ല, നിങ്ങളെല്ലാവരും കൂടി സൂര്യ നോക്കിക്കോളാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്? നിങ്ങൾ എവിടെയായിരുന്നു? അച്ഛാ, എനിക്ക് അല്പം നേരം തനിച്ചിരിക്കണമെന്ന് ഞാനവരോട് പറഞ്ഞതാ. സോറി അച്ഛാ. എല്ലായിടത്തും ആ വാക്കിന് വിജയിക്കാൻ പറ്റില്ല. തനിച്ചിരിക്കണമെന്ന് സൂര്യ ആഗ്രഹം പറഞ്ഞാലും നിങ്ങളത് അനുവദിക്കാൻ പാടില്ലായിരുന്നു. ചികിത്സയുടെ ഭാഗമായിട്ട് അവൻ കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഇത്രേ സംഭവിച്ചുള്ളൂ. കൂടുതൽ വല്ലതും സംഭവിച്ചിരുന്നെങ്കിലോ? മോൾ എന്തിനാ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല മുത്തശ്ശി, നല്ലത് ചിന്തിച്ച് ഒരു കാര്യം ചെയ്തിട്ട് ഇപ്പോ ഏട്ടനെ വേദനിക്കേണ്ടി വന്നല്ലേ. അയ്യേ, ഇങ്ങനെ വേദനിക്കാതെ കുട്ടി. നീ നന്മയല്ലാതെ മറ്റൊന്നും ചിന്തിക്കില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയും. ഓ, അത് ശരി. സൂര്യക്ക് ഇത്ര വലിയൊരു അപകടം സംഭവിച്ചിട്ടും ഇവളെ പുകഴ്ത്തി കഴിഞ്ഞിട്ടില്ല അല്ലേ? സൂര്യ, എന്താ സംഭവിച്ചത്? വേദനയുണ്ടോ? ഇല്ല.
ഉണ്ടെങ്കിലും അങ്ങനെയല്ലേ പറയൂ. കൊണ്ടുപോയവരെ രക്ഷിക്കണമല്ലോ. അല്ല, എന്തായിരുന്നു ഏട്ടനെ കൊണ്ടുപോകാനുള്ള തിടുക്കം? ഇപ്പൊ കൈ ഒടിച്ച് കൊണ്ടുവന്നിരുത്തിയപ്പോ മതിയായല്ലോ എല്ലാവർക്കും. അതെ, കൈ ഒടിഞ്ഞു വന്നത് മനസ്സിലുള്ള ആഗ്രഹമായിരിക്കും. അത്രയ്ക്ക് എന്തായാലും അങ്ങോട്ട് സംഭവിച്ചിട്ടില്ല. ഡാ, ഏട്ടത്തി കൽപ്പനെ ഈ വീടിനകത്തുള്ള സകലരും എന്നെ നിയന്ത്രിക്കുന്നുണ്ട്. വീടിന് പുറത്ത് കിടക്കുന്നവൻ കൂടി എന്നെ നിയന്ത്രിക്കണ്ട. ദേ, ഏട്ടത്തി ബിജുവിനെ അടിച്ച് ശരിയായില്ല. വരുൺ, തർക്കം വേണ്ട. ചേച്ചി എന്തിട്ട് കൂട്ടി നിൽക്കുന്നത്? ഏട്ടനെ പുറത്ത് കൊണ്ടുപോകുന്നത് കൽപ്പന എടുത്തേക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതല്ലേ? അത് മറികടക്കാൻ ചേച്ചി ആരാ? ഓ, അവള് ദേവതയല്ലേ, കണിമംഗലത്തിന്റെ ദേവത. അവള് വന്നതിന് ശേഷമല്ലേ ഐശ്വര്യങ്ങൾ മുഴുവൻ വന്നതും ഈ മാറ്റങ്ങൾ മുഴുവൻ ഉണ്ടായതും.